ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ കൊള്ള. അന്നേ ഇതൊക്കെ പറഞ്ഞതാണ്. ഞാൻ ഇതിനെപ്പറ്റിയിട്ടൊക്കെ കുറേ വീഡിയോ ചെയ്തതാണ്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടി ഭക്തന്മാരുടെ ഉന്നമനത്തിനാണ്, ഭക്തന്മാർക്ക് ഒത്തുകൂടാൻ വേണ്ടിയിട്ടാണ്, അയ്യപ്പ ഭക്തരെ അങ്ങ് ഏതാണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തൊക്കെയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അന്നേ പ്രതിപക്ഷവും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞതാണ് ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടാണ്, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഉഡായിപ്പാണ്, ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ അന്നേ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ ഉയർത്തു വരുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? എല്ലാം കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞു. എന്തൊക്കെ മറച്ചു വെച്ചാലും എന്തൊക്കെ മറച്ചു പിടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ പുറകിൽ കള്ളത്തരമുണ്ടെന്നുണ്ടെങ്കിൽ ആ കള്ളത്തരം ഒരു നാൾ പുറത്തു വരും. സത്യം എന്നായാലും മറ നീക്കി പുറത്തു വരും. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് പേരിൽ വൻ കൊള്ള നടന്നതിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. അന്നേ ഹൈക്കോടതി വലിയ വിഷയവും വിവാദവും ഉണ്ടായപ്പോഴേ പറഞ്ഞതാണ്, അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ 1 രൂപ പോലും സർക്കാർ ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നോ 1 രൂപ പോലും ചെലവാക്കാൻ വേണ്ടിയിട്ട് പാടില്ലെന്ന്. 7 കോടി രൂപ മുടക്കിയാണ് വലിയൊരു സ്റ്റേജൊക്കെ പണിഞ്ഞിട്ടത്. ഒരുപാട് AC ഒക്കെ വെച്ച് എല്ലാവർക്കും ഞെളിഞ്ഞ് വന്നിരുന്ന് സുഖിച്ച് വന്നിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്റ്റേജൊക്കെ പണിഞ്ഞ് അതിന് പുറകിൽ ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി 8-9 കോടി രൂപയോളം ചെലവാകുമെന്ന് പറഞ്ഞിരുന്നു. ഈ 8 കോടി രൂപയോളം സ്പോൺസർഷിപ്പിൽ നിന്നാണ് വരുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചെലവാകുന്നില്ല. ഒരിക്കലും ഖജനാവിൽ നിന്ന് പണം എടുത്തല്ല ഇങ്ങനെയൊരു പരിപാടി കാണിക്കുന്നത് എന്നാണ് അന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചത്. എന്നാൽ സ്പോൺസർഷിപ്പിൽ നിന്ന് പണമൊന്നും വന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നാണ് അത്ര 3.5 കോടി രൂപ എടുത്തു കൊടുത്തത്. അപ്പോൾ ഈ 3.5 കോടി രൂപ എവിടെ നിന്ന് വരുന്നതാണ്? ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള പൈസ എവിടെ നിന്നായിരിക്കും വരുന്നത്? ഭക്തന്മാരുടെ കയ്യിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി സർക്കാർ ഖജനാവിൽ നിന്നായിരിക്കും. ഈ സർക്കാർ ഖജനാവിലുള്ള പൈസ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് ധൂർത്തടിച്ച് കളഞ്ഞു. എന്ത് കാര്യത്തിന്? ആ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആ പരിപാടി കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഭക്തന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. ആർക്കും ഒരു ഗുണവും ഉണ്ടായില്ല. ഒരു ഗുണവും ഇല്ലാത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് 8-9 കോടി രൂപ ആറ്റിലൊഴുക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ ആരാണ് തരാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ അയ്യപ്പനെ കൊള്ളയടിച്ചു, പിന്നാണോ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പാട്? അയ്യപ്പനെ മൊത്തത്തിൽ കൊള്ളയടിച്ച് അയ്യപ്പൻ്റെ എല്ലാം അടിച്ചുകൊണ്ട് പോയി. ഇതിനിപ്പോൾ അതൊന്നും പുറത്ത് വരുന്നില്ല. കിലോ കണക്കിന് സ്വർണ്ണമാണ് അടിച്ച് മാറ്റിയേക്കുന്നത്. ഈ കിലോ കണക്കിന് സ്വർണ്ണത്തിന് കണക്കൊന്നുമില്ല, എത്ര കിലോ എന്ന കണക്കില്ല. കൊടിമരവും അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് പോരാഞ്ഞിട്ട് ഖജനാവിൽ നിന്ന് പോലും അയ്യപ്പൻ്റെ പേരും പറഞ്ഞിട്ട് പൈസ അടിച്ചു മാറ്റിയേക്കുന്നു, ധൂർത്തടിച്ചേക്കുന്നു. എന്തിനാണ് ഈ അനാവശ്യ ധൂർത്ത്? കേരളം എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഡെവലപ്മെൻറ്റും എല്ലാ കാര്യങ്ങളും വേണം, നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമുക്ക് അനാവശ്യം വേണ്ട. അനാവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ കടത്തിൽ നിന്ന് കരകയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കരകയറിയോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ കടമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും വെറുതെ. അന്നൊക്കെ ഭക്തന്മാർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ. അപ്പോൾ ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും സർക്കാർ അയ്യപ്പ ഭക്തരുടെ ഒപ്പമാണ് എന്ന് വെറും ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു മരീചിക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത വെറും ഉഡായിപ്പായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അത് ജയിച്ചു എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ജയിച്ചില്ലെന്നുള്ളത് അന്നേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഉദ്ദേശിച്ച് അത്രയും പോലും ആൾക്കാർ വന്നില്ല. ആ സ്റ്റേജ് വരെ അവിടെ കെട്ടിയിട്ടത് വെറുതെ ആയിപ്പോയി. അത്രയും ശീതീകരിച്ച് AC ഒക്കെ വെച്ച് ജർമ്മൻ ടെക്നോളജിയിലാണ് സ്റ്റേജ് പണിഞ്ഞത്. കേരളത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള സ്റ്റേജ് പണിഞ്ഞാൽ പോരെ? എന്തിനാണ് ജർമ്മൻ ഇതിലുള്ള സ്റ്റേജൊക്കെ പണിഞ്ഞത്? നമുക്ക് ഏതായാലും വാർത്തയൊന്ന് കേട്ടിട്ട് വരാം. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊരുത്തക്കേടുകൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ സംഗമം നിശ്ചയിച്ചിരുന്ന തുക, അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ, അതിനും അപ്പുറത്തേക്ക് കോടികൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അത് എവിടേക്ക് പോയി, ആരുടെയെങ്കിലും പോക്കറ്റിലേക്ക് പോയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്.
അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പലതിനും കണക്കില്ല എന്ന് മനസ്സിലാകുന്നു. വേദി നിർമ്മാണം ടെൻഡർ ഇല്ലാതെ നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനോട് കണക്കുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കണക്കുകളിൽ വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി പറയുകയാണ്. ഇത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ്. അതിന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. സെപ്റ്റംബർ 20 സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്ന് നമുക്കറിയാം. കൃഷ്ണമോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൃഷ്ണമോഹൻ, 1 രൂപ പോലും അത് സർക്കാരിൽ നിന്നായാലും സർക്കാർ ഖജനാവിൽ നിന്നായാലും ദേവസ്വം ബോർഡിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കർശന നിർദ്ദേശമായി കോടതി പറഞ്ഞിരുന്നു. ഇത് സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കും ഈ പണം എല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പറയുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിന്റെ ഉള്ളടക്കമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്? കേട്ടില്ലേ? ഇതിനൊക്കെ നമ്മുടെ ഗവൺമെന്റും കൈമലർത്തി കാണിക്കും, ദേവസ്വം ബോർഡും കൈമലർത്തി കാണിക്കും. അവസാനം ദേവസ്വം ബോർഡിലുള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ ജോലി പോവും. അതേ നടക്കാൻ പോകുന്നുള്ളൂ. എന്തൊക്കെ വാർത്ത പുറത്തു വന്നാലും ഏതൊക്കെ തെറ്റായ കണക്കുകൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആരെയെങ്കിലുമൊക്കെ ഇരയാക്കി ആരെങ്കിലും ഒരാളെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്ത് ഈ ഒരു കേസും തേച്ച് മാച്ച് പോവും. സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ വലിയ കേസാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ മാത്രം മുതലല്ല, പല സ്റ്റേറ്റുകളിൽ നിന്ന് ഭക്തന്മാർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് പ്രത്യേകിച്ച് ആരെയും പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ തന്ത്രിമാരെയും കുറേ ആൾക്കാരെയും ഒക്കെ ചോദ്യം ചെയ്യുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലാതെ ഇതിൻ്റെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിനെ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇതും അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ 3.5 കോടി രൂപയോളം നഷ്ടം, സർക്കാരിന് നഷ്ടം. അല്ലെന്നുണ്ടെങ്കിൽ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയേക്കുന്നു. എന്ത് കാര്യത്തിനായിരുന്നു? ഇതാണ് പറഞ്ഞത്, വെറും അനാവശ്യ ചെലവാണ്. നമ്മുടെ ജനങ്ങളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പൈസ തന്നെ എടുത്ത് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനൊന്നും തന്നെ പൈസയില്ല. അനാവശ്യത്തിന് ചെലവാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൈസയാണ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ തന്നെ ഇപ്പം തന്നെ റീസെൻ്റ്ലി നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി എന്നാൽ അതിനകത്തൊന്നും പരിഹാരമില്ല. അത്യാധുനിക ടെക്നോളജീസ് വരുന്നു, അത്യാധുനിക സംവിധാനമുള്ള മെഡിക്കൽ കോളേജുകളാണ്, നമ്മുടെ ആശുപത്രികളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും പൈസ മുടക്കാനില്ല. നമുക്ക് ആവശ്യമുള്ളിടത്ത് പൈസ മുടക്കാൻ നമുക്കില്ല. ആവശ്യമുള്ളിടത്ത് പൈസ മുടക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. അനാവശ്യമായിട്ട് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരുന്നു അത് എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടി വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയ വെറും ഫോൾസ് ആയിട്ടുള്ള ഒരു പരിപാടി. ആ പരിപാടിയുടെ പിന്നിലും ഒരുപാട് കൊള്ള നടന്നിട്ടുണ്ട്. ഇനി എത്ര രൂപ കൊള്ള നടന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളൊക്കെ തന്നെ ഇത്രയേ ഉള്ളൂ. 8 കോടിയെ ചിലവായി എന്ന് പറയുന്നുള്ളൂ. അറിയത്തില്ല 8 കോടിയാണോ 9 കോടിയാണോ 10 കോടിയാണോ. ഈ കോടികൾക്കൊന്നും ഒരു വിലയില്ലല്ലോ. കോടികളൊക്കെ ഈ നമ്മുടെ ഈ പണ്ട് നമ്മൾ ഇലപ്പൈസ എടുത്ത് നമ്മൾ ചെയ്തില്ല, അതുപോലെ ഈ ഇലപ്പൈസ പോലെ അങ്ങ് വിതറുവാണ്. പൈസയ്ക്കൊന്നും ഒരു വിലയില്ല. സാധാരണക്കാരുടെ കഷ്ടപ്പാടാണ് ഈ കോടികൾ. നമ്മൾ കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾ കഷ്ടപ്പെട്ട് ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നാണല്ലോ ഈ ഖജനാവിലേക്ക് പൈസ വരുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ദൂർത്തടിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്.